നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജാവ് അത് വിരാട് കോഹ്ലി തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. പക്ഷേ ഇപ്പോൾ RCBയുടെ രാജാവ് അത് രജത് പട്ടിദാറാണ്. കാരണം 16 വർഷവും 10 മാസക്കാലവുമായിട്ട് തകർക്കാൻ കഴിയാതിരുന്ന ഒരു കോട്ട, ആ കോട്ട തകർത്ത് ആധിപത്യം സ്ഥാപിച്ച രാജാവാണ് രജത് പട്ടിദാർ. 6155 ദിവസങ്ങൾക്ക് ശേഷം CSKയുടെ ചെപ്പോക്കിലെ കോട്ട തകർത്തെറിഞ്ഞിരിക്കുകയാണ് RCB. അത് കീഴടക്കിയാണ് കിങ് രജത് പട്ടിദാർ. എന്തൊരു വിജയമാണ് ഇന്നലെ RCB CSKക്ക് മേൽ നേടിയിരിക്കുന്നത്. 50 റൺസിൻ്റെ വിജയമെന്ന് പറയുമ്പോൾ ചെപ്പോക്കിലെ കോട്ടയിൽ CSK ഇന്ന് വരെ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ തോൽവിയാണത്. ശരിയാണ്, ചെപ്പോക്കിലെ കോട്ട അത്ര എളുപ്പമൊന്നും പൊളിക്കാൻ RCBക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടൂർണമെൻറ്റിൻ്റെ ആദ്യ എഡിഷനിൽ 2008 ഇതിനു മുമ്പ് വിജയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് കളിച്ചപ്പോഴൊന്നും വിജയിച്ചില്ല. 8 കളികൾ തോറ്റു, 1 വിജയം 8 തോൽവി എന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ വിജയം രണ്ടാമത്തെ മാത്രം വിജയമാണ്. പക്ഷെ ആ വിജയം നേടിയെടുത്ത രീതി, അതിന് രജത് പട്ടിദാർ എന്ന നായകൻ നൽകിയ സംഭാവന, അതിന് കൈയടിച്ചേ പറ്റൂ. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് നോക്കുക. അദ്ദേഹം 32 പന്തിൽ 4 4 3 6 അടക്കം 51 റൺസ് അങ്ങടിച്ചു. അതാണ് യഥാർത്ഥത്തിൽ CSKക്ക് പണി കൊടുത്തത്. രജത് പട്ടിദാറും ജിതേഷ് ശർമ്മയുമാണല്ലോ RCBയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ സ്പിന്നേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ അതിൽ രജത് പട്ടിദാർ ഒരു ഭാഗത്ത് നിന്നപ്പോൾ CSKക്ക് അവരുടെ സ്പിൻ വെപ്പൺസ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ഇന്നലെ രവി അശ്വിൻ എറിഞ്ഞത് വെറും 2 ഓവറുകൾ, രവീന്ദ്ര ജഡേജ എറിഞ്ഞത് 3 ഓവറുകൾ. രണ്ടുപേരും ചേർന്ന് 8 ഓവർ എറിയുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് അവരെറിഞ്ഞത് 5 ഓവർ. 12 ഓവർ അവരുടെ സ്പിൻ ട്രയോ നൂർ അഹമ്മദ് കൂടി ചേർന്ന് എറിയുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് ആകെ എറിഞ്ഞത് നോക്കുക, വെറും 9 ഓവറുകൾ. സോ അതിൻ്റെ കാരണക്കാരനാരാ? രജത് പട്ടിദാറാണ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്. ശരിയാണ്, രവീന്ദ്ര ജഡേജയുടെ പന്തിൽ ഒരു ക്യാച്ച് ഡ്രോപ്പായി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ വളരെ വ്യക്തമായിരുന്നു. ഹാഫ് ചാൻസുകൾ കൊടുത്തിട്ടുണ്ട്, അതായത് മുന്നിലൊക്കെ വീണിട്ടുണ്ട്. അതിനിപ്പം അത് മുതലെടുക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞതുമില്ല. അതുകൊണ്ടൊന്നും അദ്ദേഹം തൻ്റെ ഇൻറ്റൻഷൻ മാറ്റിവെച്ചതുമില്ല. അടിക്കാനുള്ള ശ്രമങ്ങൾ തന്നെ അദ്ദേഹം തുടർന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിൽ ടീം വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ ടാക്റ്റിക്കലി എതിരാളികളെ പൂട്ടാൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ബൗളിംഗ് സമയത്ത് അദ്ദേഹം മികച്ച രൂപത്തിൽ തൻ്റെ പേസർമാരെ ഉപയോഗപ്പെടുത്തിയതും നമ്മൾ കണ്ടു. സോ ചെപ്പോക്കിലെ കോട്ട RCB കീഴടക്കുമ്പോൾ രാജാവ് രജത് പട്ടിദാർ തന്നെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.